നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് തനിക്ക് കേരള നിയമസഭയിൽ അംഗമാകാൻ കഴിഞ്ഞതെന്ന് പട്ടികവർഗ യുവജനക്ഷേമ വകുപ്പ് മന്ത്രി PK ജയലക്ഷ്മി. ചന്ദ്രാപിന്നി ചാമക്കാലയിൽ തെങ്ങ് വീണ് മത്സ്യത്തൊഴിലാളിയുടെ വീട് തകർന്നു. നാട്ടിക മൂത്തകുന്നം ബീച്ചിൽ 71 പേരിൽ നിന്നായി 7 കോടിയോളം രൂപ തട്ടിച്ച് യുവതി മുങ്ങിയതായി പരാതി. വാർത്തകൾ വിശദമായി. കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് തനിക്ക് കേരള നിയമസഭയിൽ അംഗമാകാൻ കഴിഞ്ഞതെന്ന് പട്ടികവർഗ യുവജനക്ഷേമ വകുപ്പ് മന്ത്രി PK ജയലക്ഷ്മി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള മന്ത്രിസഭയിൽ ഒരു അംഗമാകാനും എനിക്ക് സാധിച്ചത് കുടുംബശ്രീയിലൂടെ കടന്നു വന്ന് കുടുംബശ്രീയിലൂടെ ഒരു സെക്രട്ടറിയായി ADSന്റെ ഭാരവാഹിയായി കടന്നു വന്നതുകൊണ്ടാണ്. ഒരു പക്ഷേ ഈ മേഖലയിലൊക്കെ എനിക്ക് കടന്നു വരാനും അതുപോലെ തന്നെ കേരള മന്ത്രിസഭയിൽ എനിക്കൊരു അംഗമാകാനും സാധിച്ചതും അതിനൊരു കരുത്തായത് കുടുംബശ്രീയിലൂടെ കടന്നു വന്നൊരു വ്യക്തിയായതുകൊണ്ടാണ്. വളരെയേറെ അഭിമാനത്തോടു കൂടിയാണ് ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ ഇതിലൊന്നും കടന്നു വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കേരള നിയമസഭയിൽ ഒരു അംഗമാകാനോ അല്ലെങ്കിൽ ഒരു പക്ഷെ എനിക്ക് കഴിയില്ലായിരുന്നു. ഇതിലൂടെ കടന്നു വന്നതുകൊണ്ടാണ് ജനാധിപത്യ സംവിധാനങ്ങളിൽ എനിക്ക് കടന്നു വരാനും കേരള മന്ത്രിസഭയിൽ ഒരു അംഗമാകാനും എനിക്ക് സാധിച്ചത്. അതുപോലെ തന്നെ ഒട്ടേറെ വനിതകൾക്ക് ജനാധിപത്യ സംവിധാനങ്ങളിൽ മികവ് തെളിയിച്ച് മുന്നേറും നമുക്ക് ഏവർക്കും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന സംവിധാനത്തിലേക്ക് കടന്നു വന്ന വനിതകൾ, ഭൂരിഭാഗം വനിതകളും കുടുംബശ്രീയിലെ ADSും ഭാരവാഹികളും അതുപോലെ തന്നെ സീരിയസ് ചെയർപേഴ്സൺ ഒക്കെയായ വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏവർക്കും അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. തൃപ്രയാർ SNDP LP സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. ഗീതാഗോപി MLA മുഖ്യ അതിഥിയായിരുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ CM നൌഷാദ്, മഞ്ജുള അരുണൻ, ജനപ്രതിനിധികളായ ശ്രീദേവി ഷൺമുഖൻ, സജു ഹരിദാസ്, VR വിജയൻ, ലിജി നിതിൻ, MV വിമൽകുമാർ, KV സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി ചാമക്കാലയിൽ തെങ്ങ് വീണ് മത്സ്യത്തൊഴിലാളിയുടെ വീട് തകർന്നു. രാജീവ് റോഡിൽ ഏറൻപുരയ്ക്കൽ മനോഹരന്റെ വീടാണ് ഭാഗികമായി തകർന്നത്. ബുധനാഴ്ച രാത്രി 11 മണിയോടെയാണ് വീട്ടുമുറ്റത്തെ തെങ്ങ് കടപുഴകി വീണത്. ഓടിട്ട വീടിന്റെ മേൽക്കൂരയും ചുമരും തകർന്നിട്ടുണ്ട്. ഈ സമയം വീടിനകത്ത് കിടന്നുറങ്ങിയിരുന്ന മനോഹരന്റെ ഭാര്യ ലീലയുടെ ദേഹത്ത് ഓട് തെറിച്ചു വീണെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വാർഡ് മെമ്പറും വില്ലേജ് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി വലപ്പാട് യൂണിറ്റ് വാർഷികാഘോഷം സമിതി നിയോജക മണ്ഡലം ചെയർമാൻ K ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ പ്രസ്ഥാനത്തിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെ ഒരു സംവിധാനം ഇപ്പോൾ പുതുതായി ഉണ്ടായത്. അത് പ്രകാരമാണ് നിയോജക മണ്ഡലം പ്രസിഡന്റുമാരുടെ പേര്. ഇവിടെ സംഘടനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് മറ്റ് 2 പേരും ധാരാളം സംസാരിക്കും. ഞാൻ ഓരോ ജില്ലാ കമ്മിറ്റിക്കും ഈ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ ആളുകൾക്ക്, ജില്ലാ പ്രവർത്തക സമിതി അംഗങ്ങളായവർക്ക് പ്രത്യേകം ചില കാര്യങ്ങൾ പ്രവർത്തന മേഖലയിൽ പങ്കുവച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ എനിക്ക് കിട്ടിയത് എൻ്റെ ചുമതല ദേശീയപാത നിയമവും പുനരധിവാസവും എന്ന വകുപ്പാണ്. യൂണിറ്റ് പ്രസിഡന്റ് TR സോമസുന്ദരൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി P പവിത്രൻ എൻഡോവ്മെന്റുകൾ വിതരണം ചെയ്തു. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഹമീദ്, KV അമ്പിളി, CK പോൾ, CP ഷാജി, PM ബഷീറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. BJP പ്രവർത്തകരെ അന്യായമായി ഗുണ്ട ആക്ടിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്യുന്ന നടപടിയിൽ പ്രതിഷേധിച്ചും ഭരണസ്വാധീനം ഉപയോഗിച്ച് TN പ്രതാപൻ MLA കൊടുങ്ങല്ലൂർ CAയുമായി ചേർന്ന്
മതതീവ്രവാദികൾക്ക് സംരക്ഷണം നൽകി സംഘടനാ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു എന്നാരോപിച്ചും BJP ജില്ലാ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ചന്ദ്രാപിന്നിയിൽ നിന്ന് തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന ജാഥ രാവിലെ BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി ഉദ്ഘാടനം ചെയ്തു. ഈ കൂട്ടുകെട്ട് അടിയന്തരമായി അവസാനിപ്പിക്കണം. ഭാരതീയ ജനതാ പാർട്ടിക്ക് സ്വൈരമായി പ്രവർത്തിക്കുവാനുള്ള ഞങ്ങൾ പുതിയ ആവശ്യങ്ങൾ പറയുന്നില്ല. മാന്യമായി സംഘടനാ പ്രവർത്തനം ചെയ്യുവാനുള്ള ഒരു അവകാശം നിലനിർത്തുവാൻ വേണ്ടിയുള്ള പോരാട്ടം ഭാരതീയ ജനതാ പാർട്ടി തുടങ്ങിയിരിക്കുക. നമുക്കറിയാം, കേരളത്തിൽ ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് അങ്ങനെ കാര്യമായി പോകുന്നില്ല. കേരളത്തിൽ വളരെ അപകടകരമായ അവസ്ഥ. വളരെയധികം മതതീവ്രവാദികൾ കേരളത്തെ കയ്യിലിട്ട് അമ്മാനമാടുകയാണ്. ഏത് സമയത്തും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതം പോലെ കേരളം രൂപാന്തരപ്പെട്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ചില ആളുകൾ പറയുന്നു കേരളത്തിൽ മതതീവ്രവാദ ശക്തികൾ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങിയത് 92 അയോധ്യ സംഭവത്തിന് ശേഷമാണ്. സത്യമതാണോ? BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് പോണത്ത് ബാബു അധ്യക്ഷനായി. TV സജീവൻ, KP ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച ജാഥ വൈകിട്ട് കോതപറമ്പിൽ സമാപിച്ചു. നാളെ അഴീക്കോട് നിന്ന് ആരംഭിച്ച് TKS പുരത്ത് സമാപിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് ഫെഡറേഷൻ AITUCയുടെ ആഭിമുഖ്യത്തിൽ മതിലകം ബ്ലോക്ക് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. തൊഴിൽ ദിനം 300 വർദ്ധിപ്പിക്കുക, വേതനം 320 രൂപയാക്കുക, ക്ഷേമനിധി ഏർപ്പെടുത്തുക, തൊഴിൽ സമയം 10 മുതൽ 4 വരെയാക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. CPI കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി EK സിദ്ധാർത്ഥൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മിനി ഷാജി അധ്യക്ഷയായി. ഹഫ്സ ഒഫൂർ, VB ബാവിൻ, PM നൂറുദ്ദീൻ, VR ഷൈൻ എന്നിവർ സംസാരിച്ചു. അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം കിട്ടിയ നമ്മുടെ കുട്ടികൾക്കൊക്കെ തന്നെ ഇനി ഒരു സർക്കാർ ജോലി എന്നുള്ളത് ഒരു കിട്ടാക്കനിയായിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ തൊഴിലാളികൾക്ക് പണിയില്ല, തൊട്ടതിനൊക്കെ തന്നെ തീവിലയായി. നമ്മളുടെ മക്കൾക്കോ അതേപോലെ നല്ല വിദ്യാഭ്യാസം കിട്ടിയ കുട്ടികൾക്കൊക്കെ തന്നെ ഒരു സർക്കാർ ജോലി എന്നുള്ള നിലയ്ക്ക് ലഭിക്കാത്തൊരു സാഹചര്യം. അപ്പോൾ കിട്ടുന്ന പണിക്ക് ഏറ്റവും ചുരുങ്ങിയത് 300 ദിവസമെങ്കിലും നമുക്ക് തൊഴിൽ ദിനങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം ശനിയാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രാമമായ ചാമക്കാലയിൽ 80 വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ചൊരു വിദ്യാലയമാണ് ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ. ഇക്കാലയളവിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടെങ്കിലും ഇന്ന് ആ വിദ്യാലയം നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ വിജയശതമാനത്തിലും അതിൻ്റെ പ്രവർത്തനങ്ങളിലും ഒട്ടേറെ മികവ് പുലർത്തിയിരിക്കുന്നൊരു വിദ്യാലയമാണ്. ഈ വരുന്ന 25-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ ഇക്കാലയളവിൽ ആ വിദ്യാലയത്തിൽ സേവനം ചെയ്തിട്ടുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്നവരായ ഒട്ടേറെ അധ്യാപകർ ഇന്ന് ജീവിച്ചിരിക്കുന്നവരായിട്ടുണ്ട്. അതേപോലെ തന്നെ ആ വിദ്യാലയത്തിൽ നിന്ന് ഒട്ടേറെ ആളുകൾ സമൂഹത്തിൽ വിവിധ മേഖലകളിൽ വ്യത്യസ്ത രീതിയിലുള്ള മികവ് പുലർത്തിക്കൊണ്ടിരിക്കുന്ന. ഉച്ചയ്ക്ക് 2 മണിക്ക് അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA സംഗമം ഉദ്ഘാടനം ചെയ്യും. KV ദാസൻ അധ്യക്ഷത വഹിക്കും. VK ഷാഹു ഹാജി അധ്യാപകരെ ആദരിക്കും. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ ഒഫൂർ, മറ്റ് ജനപ്രതിനിധികളും പങ്കെടുക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. സംഘാടകരായ PK ഹംസ, PM അബ്ദുഹാജി, MR ജയശ്രീ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള.